പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നൈറ്റ് ക്യാമ്പ് ചെയ്യുന്നത് കുരിശുമലയിലാണ്. ഇപ്പോൾ വൈകുന്നേരം സമയമായിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ സൂര്യാസ്തമയം ആകും. എന്തായാലും നല്ല അടിപൊളി സ്ഥലം. സൂര്യാസ്തമയം പൂർണ്ണമായിട്ട് ആകുന്നതിന് മുമ്പ് നമുക്ക് ടെൻ്റൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. നമ്മുടെ ടെൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി വന്നപ്പോഴേക്കും സൂര്യാസ്തമയം നമ്മൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഏകദേശം 1-2 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സൂര്യൻ പൂർണ്ണമായിട്ട് അസ്തമിക്കുന്നതാണ്. ഇപ്പോൾ സൂര്യൻ പൂർണ്ണമായിട്ട് അസ്തമിച്ചു. നല്ല ഇരുട്ടായിട്ട് വരുന്നുണ്ട്. നമ്മൾക്ക് ടെൻറ്റിൻ്റെ അകത്തോട്ട് മൂവ് ആകാം. നല്ലതുപോലെ ഇരുട്ടായി താഴെയുള്ള വീടുകളൊക്കെയാണ് കാണുന്നത്. ഇനി നമ്മളും കർത്താവും മാത്രമാണ് ഇവിടെ ഉള്ളത്. സമയം 6:45 നല്ല ഇരുട്ടായിട്ട് വരുന്നുണ്ട്. ചന്ദ്രൻ ഇതുവരെ ഉദിച്ചിട്ടില്ല. നല്ല പൂർണ്ണചന്ദ്രനെ കാണാൻ പറ്റുന്ന രാത്രിയാണ്. ഇപ്പം നല്ല നിലാമുള്ള സമയമാണ്. നമുക്കെന്തായാലും കുക്ക് ചെയ്ത് കഴിച്ച് നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത് ചപ്പാത്തി ഞാനൊരു 3-4 കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കി കഴിച്ച് നമ്മൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ പോകാം. നാളെ രാവിലെ തന്നെ പോകണം. നാളെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച എനിക്ക് നമ്മളുടെ ഒരു പള്ളിപ്പെരുന്നാളുണ്ട്. ഒരു 9 മണിക്ക് ലാസ്റ്റ് ദിവസമാണ്. അതൊക്കെ പങ്കെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്ത് കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് നമുക്ക് നാളെ രാവിലെ പോവാം. നല്ല ഉഷ്ണമാണ് കേട്ടോ. വൈകുന്നേരമായിട്ട് ഒട്ടും തണുപ്പ് വന്നിട്ടില്ല. നല്ല ഉഷ്ണമുണ്ട്. ഒട്ടും കാറ്റുമില്ല. അതേപോലെ തന്നെ നല്ല മഴക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഉഷ്ണിക്കുന്നത്. നമുക്കെന്തായാലും ഇനി കുക്ക് ചെയ്ത് കഴിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം. പുറത്തോട്ടൊന്നും ഇറങ്ങാനേ വയ്യ. പൊടിയും അതേപോലെ തന്നെ വേസ്റ്റും എന്തുമാത്രം കുപ്പിയും പ്ലാസ്റ്റിക്കൊക്കെയാണ് വലിച്ചെറിഞ്ഞേക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും വേസ്റ്റൊക്കെ വലിച്ചെറിയാതിരിക്കുക. കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ തന്നെ ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമുക്കൊരു ബുദ്ധിമുട്ടായില്ലേ. വളരെ സിമ്പിളായിട്ട് വയ്ക്കാൻ പറ്റിയ കറിയാണ്. വെജിറ്റബിൾ നമുക്കിഷ്ടമുള്ളതൊക്കെ എടുക്കുക. എപ്പോഴും അധികം നമ്മുടെ കിഴങ്ങ് കുറച്ച് അധികം എടുക്കണം. അതുപയോഗിച്ച് ചെറിയൊരു കറി വെച്ചാൽ മതി. ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ നല്ല അടിപൊളിയായിരിക്കും. കറി ഇത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. ഈ വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി,
മല്ലിപ്പൊടി, ചിക്കൻ മസാല. ചപ്പാത്തി ഇങ്ങനെ ചൂടാക്കിയാൽ മതി, ഡയറക്റ്റ് ഫ്ലെയിമിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട്. ചപ്പാത്തി കഴിക്കുന്നതായിരിക്കും രാത്രിയിൽ കുറച്ചും കൂടി നല്ലത്. പൊറോട്ടയൊക്കെ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാവിലെ കഴിക്കാനാണ് നല്ലത്. ഇപ്പോൾ ക്യാമ്പിങ്ങിനല്ല, നമ്മൾ വേറെ എന്തെങ്കിലും യാത്രകളൊക്കെ പോവുകയാണെങ്കിൽ, ട്രെയിനിലൊക്കെ പോവുകയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും റെഡി ആയിട്ടുണ്ട്. ഒരു കഷ്ണം ചപ്പാത്തി എടുക്കുക, ഒരു സ്പൂണിൽ കറി ഇതിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക, കഴിക്കുക. ക്യാമ്പ് ചെയ്യാനൊക്കെ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. കഴിഞ്ഞ ദിവസത്തെ ന്യൂസിൽ കണ്ടല്ലോ, ഒരു പുലി ഉണ്ടെന്ന് വിചാരിച്ച് ക്യാമറ വെച്ചതാണ്. ക്യാമറയിൽ നോക്കുമ്പം 2 പുലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ മലമുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ക്യാമ്പ് ചെയ്യാൻ പോകാൻ വേണ്ടി. ആനയുണ്ട്, പുലിയുണ്ട്, മറ്റുള്ള സാധനങ്ങളുണ്ട്. ഈ പുലിയും കടുവയും കൂടി അല്ല, പട്ടിയും കൂടി ചേർന്ന് പട്ടിക്കടുവ എന്ന് പറയുന്ന സാധനം, ഹൈന, അതും ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. വളരെ സൂക്ഷിക്കുക. ഹൈന മനുഷ്യനെ കടിച്ചു തന്നെ കൊല്ലും, കടിച്ചു തിന്നും. പക്ഷേ പുലി അങ്ങനെ മനുഷ്യനെ ആക്രമിക്കാം, പക്ഷേ അതങ്ങനെ മനുഷ്യൻ്റെ മാംസം കഴിക്കത്തില്ല എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. എന്തായാലും ടെൻ്റൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കിടക്കുവാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരത്തില്ല. അതിന് ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണല്ലോ, നമ്മളിപ്പോൾ നിൽക്കുമ്പം അതിനെ ആക്രമിക്കുമെന്നുള്ള അതിനൊരു തോന്നലുണ്ടാകുമ്പോഴാണ് നമ്മളെ അത് തിരിച്ചാക്രമിക്കുന്നത്. ഇപ്പോൾ ടെൻ്റൊക്കെ ക്ലോസ് ചെയ്ത് ഇതിൻ്റെ അകത്ത് കിടക്കുകയാണെങ്കിൽ വലിയ കുഴപ്പം ഇല്ല എന്ന് തോന്നുന്നു. ആനയൊക്കെ വരുവാണെങ്കിൽ ഒരു ചവിട്ടിന് എല്ലാം ടെൻ്റ് തീരും, നമ്മളും തീരും. അത് കാരണം ക്യാമ്പ് ചെയ്യാൻ പോകുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് പോവുക. നമുക്ക് എന്തായാലും പുറത്തോട്ട് ഒന്ന് ഇറങ്ങി നോക്കാം. ചപ്പാത്തിയാണ് കഴിച്ചത്, പെട്ടെന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. നല്ല നിലാവുണ്ട് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, നല്ല നിലാവാണ്. താഴോട്ട് നോക്കിക്കഴിയുവാണെങ്കിൽ ഒരുപാട് ലൈറ്റുകൾ. നമ്മൾ സാധാരണ ക്യാമ്പ് ചെയ്യാൻ പോകുമ്പം താഴോട്ട് നോക്കുമ്പോൾ വീടുകളൊന്നും കാണാറില്ല, ഇന്ന് ഒരുപാട് ലൈറ്റുകൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ താഴ്ഭാഗത്ത്, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് താഴ്ഭാഗത്ത് വീടുകളൊന്നുമില്ല. അത് കർണാടകയുടെ സ്ഥലമാണ്, ഫോറസ്റ്റാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ക്യാമ്പ് ചെയ്യാൻ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മളെന്തായാലും പുറത്തൂടെ ഒന്നും അധികം കറയും കളിക്കുന്നില്ല. നമുക്ക് റൂമല്ല ടെൻറ്റിൻ്റെ അകത്തോട്ട് പോകാം. സമയം 6 മണിയായിട്ടുണ്ട്. പുറത്ത് ലൈറ്റ് നല്ല രീതിയിലായിട്ടുണ്ട്. സൂര്യോദയം 7 മണിയാകും.
നമുക്ക് 7 മണിയാകുമ്പോഴേക്കും പോകണം. സൂര്യോദയം കണ്ടിട്ട് രാവിലെ ഇനി ചായ വെച്ച് കുടിക്കുന്ന ഒന്നുമില്ല, പരിപാടിയൊന്നുമില്ല നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 9 മണിയാകുമ്പം നാട്ടിലെത്തണം. നമുക്കപ്പോൾ എല്ലാം പാക്ക് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കാം. ആ സമയം കൊണ്ട് സൂര്യോദയം ഏകദേശം ആകും. സൂര്യോദയം നല്ല രീതിയിലായിട്ടുണ്ട്. നല്ല മോഡലാണ്. സൂര്യനെ ഇനിയും നല്ല രീതിയിൽ ഫുൾ റൗണ്ടായിട്ട് കാണണമെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ താഴേക്കൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാം നല്ല ഗോൾഡൻ കളറായിട്ട് ഈ പുല്ലുകളൊക്കെ നോക്കിക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾക്ക് രാവിലെയുള്ള ആ സൂര്യൻ്റെ ലൈറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടി കഴിയുവാണെങ്കിൽ നല്ല ചൂടായിരിക്കും. അതുപോലെ നമ്മൾ കൊണ്ടുപോകുന്ന എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ തിരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്കെല്ലാവർക്കും വീണ്ടും ഒരു ക്യാമ്പിംഗ് വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.